കൂട്ടുകാർക്കും ഡോൺ വിഷ്വൽ ഗ്രൂപ്പിന്റെ ചുണ്ടുക്കുറുക്കൻ എന്ന കാർട്ടൂൺ ഫിലിമിലേക്ക് സ്വാഗതം. കൂട്ടുകാരെല്ലാം ചുണ്ടുക്കുറുക്കൻ കാണാൻ റെഡിയായല്ലോ അല്ലേ? ചുണ്ടുക്കുറുക്കൻ മഹാബുദ്ധിമാനും സൂത്രശാലിയുമാണ് കേട്ടോ. മാത്രമല്ല അവനൊരു കൊടും ചതിയനുമാണ്. കാട്ടിലെ കൊച്ചു മൃഗങ്ങളെയെല്ലാം അവൻ സൂത്രത്തിൽ കെണിയിൽ വീഴ്ത്തി കൊന്നു തിന്നും. കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചുണ്ടുവിന്റെ ചതി മനസ്സിലായി തുടങ്ങി. പക്ഷേ ചുണ്ടുവിനുണ്ടോ കുലുക്കം? അവൻ മഹാബുദ്ധിശാലിയല്ലേ. അവൻ പുതിയ തന്ത്രം കണ്ടുപിടിച്ചു. സ്നേഹം നടിച്ച് കൂട്ടുകൂടി ചതിയിൽപ്പെടുത്തുക എന്നതായിരുന്നു അവന്റെ പുതിയ തന്ത്രം. എന്താ, ചുണ്ടുവിന്റെ തന്ത്രങ്ങൾ കാണാൻ കൂട്ടുകാർക്ക് തിടുക്കമായോ? ശരി, ചതിയനും വഞ്ചകരുമായ ചുണ്ടുവിന് അവസാനം എന്തു സംഭവിച്ചു എന്ന് കണ്ടോളൂ. ചതിയും വഞ്ചനയും വലിയ പാപമാണെന്ന് ചുണ്ടുവിന്റെ കഥ കണ്ടു കഴിയുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും. നമ്മൾ ആരും തന്നെ മറ്റുള്ളവരെ വഞ്ചിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല, അല്ലേ കൂട്ടുകാരെ? അമ്മേ, ഹാവൂ, ഇനിയും സഹിക്കാ വയ്യേ. ഒരു ഈച്ചയെ പോലും കാണുന്നില്ലല്ലോ ഈശ്വര. ഹാവൂ, വിശന്നിട്ട് കുടല് കരിയുന്നേ. വനവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ചമ്പൽക്കാട് റിലേ. വനവാണി വാർത്തകൾ വായിക്കുന്നത് മുയലമ്മ. വനഭൂമി കയ്യേറ്റം ഈ നിലയിൽ തുടർന്നാൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം അവരുടെ പാട്ടിന് പോവേണ്ടി വരുമെന്ന് ഓൾ ജംഗിൾ മങ്കീസ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. നാട്ടിലെങ്ങും പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നതുമൂലം ആയിരക്കണക്കിന് കോഴികൾ ചത്തൊടുങ്ങി. ചത്ത കോഴി ആർക്ക് വേണം? ഗതി കെട്ടാൽ പുലി ഒരുപക്ഷെ പുല്ലു തിന്നുമായിരിക്കും. പക്ഷെ അന്തസ്സും അഭിമാനമുള്ള ഒരു കുറുക്കന് അത് ചേരുമോ? ഇതേതാ മാസം? ഓ, ഈ മാസം ചത്ത കോഴിയെയും കഴിക്കാമെന്നാണല്ലോ. കഷ്ടം. മുഖ്യമന്ത്രിയുടെ മർക്കടമുഷ്ടി കൊണ്ടാണ് സ്മാർട്ട് ഫോറസ്റ്റ് യാഥാർത്ഥ്യമാവാത്തതെന്ന് പ്രതിപക്ഷ നേതാവ്. തുരങ്കം വെക്കുന്ന പാരമ്പര്യം തനിക്കല്ല പെരുച്ചാഴികൾക്കാണെന്ന് മുഖ്യമന്ത്രി. അയ്യോ, വില കുറഞ്ഞ രാഷ്ട്രീയം. അല്ല, ഈ ചത്ത കോഴികളെ ഒഴിവാക്കിയ സ്ഥലം എവിടെയാണെന്നൊന്നും പത്രത്തിൽ കാണുന്നില്ലല്ലോ. ഈച്ചയെങ്കിൽ ഈച്ച, ഗതി കെട്ടാൽ കുറുക്കന് ഈച്ചയെയും തിന്നാമെന്ന് കാട്ടുകവി കവിതമാരൻ പറഞ്ഞത് എത്ര ശരിയാ. ചുണ്ടുവിനോടാ കളി. അമ്പേ, എന്റെ കാര്യം പോകാ. അയ്യോ, വേണ്ട, കളിക്കരുത്. വിവരവും വിദ്യാഭ്യാസം ഉണ്ടായിട്ടെന്ത് കാര്യം? അനുസരണ ഇല്ലാത്ത വർഗം. എന്റെ ഒടേ തമ്പുരാനെ, എന്റെ മൂക്കിന്റെ കാര്യം പോക്കാ. കുട്ടാ 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 കുട്ടാ. ഹായ് ഡിയർ, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. അനിയന്റെ പേരെന്താ? ഐ ആം മുട്ടൻ ഫ്രം കാട്ടക്കൽ. വെരി നൈസ്. ഏതവനാ ഈ നേരത്ത്? ഓ, യവനോ? കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കടേ. വിവരം കെട്ടവൻ. ഇവനൊക്കെ വിളിക്കാൻ കണ്ട നേരം. പോയോ? ബൈ ദ ബൈ, ആരാ ഈ കുട്ടൻ? എന്റെ ബ്രദറാ. കുട്ടൻ മുട്ടൻ, മുട്ടൻ മട്ടൻ. നല്ല ചേർച്ച. അല്ല, നിങ്ങൾ ഇരട്ട പറ്റതാണോ? അല്ല, ഞങ്ങളുടെ അമ്മയാ ഇരട്ട പറ്റത്. കോമഡി കോമഡി. തമാശക്കാരെനിക്ക് ഭയങ്കര ഇഷ്ടാണോ. എടാ മോനെ, നിന്റെ തമാശയ്ക്ക് ഇനി ചുണ്ടുവിന്റെ വയറ്റിൽ. ചുണ്ടുവിനോടാ കളി. ആട്ടക്കുട്ടാ, കുട്ടന്റെ അനിയനെ കാണിച്ചു തന്നാൽ എനിക്കെന്ത് കിട്ടും? എന്ത് കിട്ടണം? ചിക്കൻ ചുക്ക്, ചിക്കൻ ഡേഞ്ചർ, ചിക്കൻ. ഒന്നും വേണ്ടടേ. കുട്ടനെയും മുട്ടനെയും ഒരുമിച്ച് തട്ടാം. ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം.
ഒന്നാന്തരം മട്ടൺ ഉള്ളപ്പോൾ എന്തിനാ ചിക്കൻ? എനിക്കൊന്നും വേണ്ടായേ. നമുക്ക് സ്നേഹമല്ല അനിയാ വലുത്. വാ, കം ഓൺ, ഫോളോ മീ. എങ്ങോട്ടാ? നിനക്ക് നിന്റെ അനിയനെ കാണണ്ടേ? കാണണം. എങ്കിൽ സമയം പാഴാക്കാതെ എന്റെ കൂടെ കമോൺ. കാട്ടിലെ ആടിന്റെ തോല് കൊണ്ടുണ്ടാക്കി. അല്ല, എങ്ങോട്ടാ? ആ പാറക്കെട്ടിലേക്ക്. കുട്ടനെ കാണണ്ടേ? കുട്ടനെ കണ്ടുപിടിക്കുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. ആ പാറയിടുക്കിൽ നിന്റെ അനിയനെ രാവിലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, എന്റെ അനിയൻ അങ്ങനെ അപകടം നിറഞ്ഞ സ്ഥലത്തേക്കൊന്നും പോകില്ല. ഇതിലെന്തോ ചതിയുണ്ട്. വരൂ. എന്റെ അനിയനെ ആ പാറയിടുക്കിൽ കണ്ടെന്നത് സത്യമാണോ? അസത്യം, സത്യം, അസത്യം. ദാ ഇവിടെ തന്നെ. അല്ല, നീ പറയുന്നത് കളവാണ്. ഈശ്വര, ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊരു സത്യം കളവ് പോലും പറഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിക്കൂ. പുല്ലേ, നീ സത്യം പറയാനോ? ഞാനിത് വിശ്വസിക്കില്ല. സ്നേഹത്തിലും ഒത്തൊരുമയിലും കഴിഞ്ഞുകൂടിയിരുന്ന ഞങ്ങളുടെ പിതാമഹന്മാരെ കള്ളം പറഞ്ഞും മേശണി കൂട്ടിയും തമ്മിലടിപ്പിച്ച് മുതലെടുപ്പ് നടത്തിയവരല്ലേ നിന്റെ മുത്തച്ഛന്മാർ? ആ സ്വഭാവം തന്നെ ആയിരിക്കുമല്ലോ ആ വർഗത്തിൽപ്പെട്ട തനിക്കും. വഞ്ചനയിലൂടെയും ചതിയിലൂടെയും നേടുന്ന സുഖസൗകര്യങ്ങൾ അധികകാലം നിലനിൽക്കില്ല എന്ന് നിന്റെ മുത്തച്ഛന്മാരുടെ ദാരുണമായ അന്ത്യത്തിൽ നിന്ന് നീ പഠിച്ചില്ലേ? യവനാട്ടം പഠിച്ച ആടാ. യവനെ വീഴ്ത്താൻ സെന്റിമെന്റ്സ് ഇറക്കി നോക്കാം. അയ്യോ 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 അയ്യോ, ഈശ്വര, ഞാനൊരു കുറുക്കനായി ജനിച്ചു പോയല്ലോ. അതുകൊണ്ടല്ലേ എന്റെ മുത്തച്ഛന്മാർ ചെയ്ത തെറ്റിന് ഞാൻ ഈ പഴി കേൾക്കേണ്ടി വരുന്നത്. ലോകത്തിൽ ഒരു കുറുക്കനും എന്റെ ഈ ഗതി വരുത്തരുതേ ഈശ്വര. കേൾക്കണം, ഞാനിത് കേൾക്കണം. കൈ വളരുന്നോ വാൽ വളരുന്നോ എന്ന് നോക്കി ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിച്ചു പോയി. എന്റെ സെന്റിമെന്റ്സ് യേശുന്നുണ്ട്. ഒന്നുകൂടി സ്ട്രോങ് ആക്കാം. ചുണ്ടുവിനോടാണ് എന്റെ കളി. അനിയ, ആ കാലൊന്നും ഇങ്ങോട്ട് നീട്ടു. എന്റെ മുത്തച്ഛന്മാർ ചെയ്ത തെറ്റിന് ആ കാലിൽ വീട് ഞാൻ മാപ്പ് ചോദിക്കട്ടെ. കാലിങ് നീട്ടു. എടാ കുറുക്കന്റെ മോനെ, ആട് അങ്ങാടിയിൽ പോയ പോലെ എന്നൊരു ചൊല്ല് നീ കേട്ടിട്ടുണ്ടോ? ആ ആട് ഞാനായിരുന്നു. അങ്ങാടിയിൽ ചെന്നപ്പോ മനുഷ്യർ ചോദിക്കുകയാണ്, സ്വാതന്ത്ര്യം കിട്ടി 60 വർഷം കഴിഞ്ഞിട്ടും എന്തേ കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി വിളമ്പുന്നതെന്ന്. അതിന്റെ കാരണം നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ തട്ടിപ്പിൽ വീഴാൻ കുട്ടനെയും മുട്ടനെയും കിട്ടില്ല കേട്ടോ പൊട്ട കുറുക്ക. ഐ ആം മുട്ടൻ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ബ്ലഡി പോപ്പ്. മന്ത്രവും തന്ത്രവും ഫലിക്കാത്ത കലികാലം. വല്ല മന്ത്രിയോ തന്ത്രിയോ ആയി ജനിച്ചാ മതിയായിരുന്നു. ഇവനെയൊക്കെ വീഴ്ത്താൻ എന്താണൊരു സൂത്രം? മുമ്പത്തെ പോലെ ബുദ്ധിയൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. എങ്ങനെ ബുദ്ധി ഉണ്ടാകും? പണ്ടൊക്കെ നല്ല നാടൻ കോഴികളെ കിട്ടുമായിരുന്നു. ഇപ്പോ കമ്പനി കോഴിത്തിറ്റുകൾ തിന്ന് തടിച്ചു കൊഴുത്ത ബ്രോയിലർ ചിക്കൻ അല്ലേ തിന്നുന്നത്. പിന്നെ തലച്ചോറിൽ കിഡ്നി വർക്ക് ചെയ്യുമോ? നല്ല മഴ. ചുട്ട കോഴിയെ തിന്ന് വീട്ടിലിരിക്കേണ്ട സമയമാ. എൻ്റെ ഒരു വിധിയേ.
എവളെ ഇന്ന് വലയിൽ വീഴ്ത്തണം. ചുണ്ടുവിന്റെ പുതിയ നമ്പർ. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ മാളത്തിന് പുറത്താണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. ശോ, മക്കളെ, മഴ കൊള്ളണ്ട, തലയിൽ വെള്ളം വീഴും. മോളെങ്ങോട്ടാ? ഞാൻ കൊണ്ടുവിടാം. ഈ കുടയിലോട്ട് അടുത്ത് നിന്നോളൂ. മോള് പേടിക്കണ്ട, മോൾ അച്ഛനാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചാ മതി. ചുണ്ടുവിന്റെ പുതിയ നമ്പർ ഏറ്റെന്ന് തോന്നുന്നു. ചുണ്ടുവിനോടാ കളി. ഹോ, വേണ്ട ചേട്ടാ, ഞാൻ വല്ല കാട്ടോറിക്ഷയിലും കയറി വന്നേക്കാം. ഓ, മോളിങ്ങ് കയറിയാട്ടെ. എനിക്ക് ഐസ്ക്രീം പാർലറിലേക്കാ പോവേണ്ടത്. ഡേയ്, നീ വല്ല മന്ത്രിമാരുടെയും വലയിൽ ചെന്ന് വീഴും. നമ്മളൊന്നും മനുഷ്യരെ പോലെയാകരുത്. ഇവിടെ അടുത്തൊരു കറുകപ്പുല്ല് പാർലറുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. എങ്കിലൊന്ന് വേഗം നടക്കൂ ചേട്ടാ. ഈശ്വര, എന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി എന്നെ സമ്മതിക്കണം. ആ തെണ്ടി മുയൽ പറ്റിച്ചു കളഞ്ഞല്ലോ. അയ്യോ, കാറ്റ്, കൊടുങ്കാറ്റ്. അയ്യോ, ഓ, ഈശ്വരാ. അയ്യോ, ദൈവമേ, ഞാൻ എവിടെയാ? ഇതെന്താ എന്റെ മുന്നിൽ 2 തൂണ്? അയ്യോ, പുലിയണ്ണൻ. നിൽക്കവിടെ. രക്ഷിക്കണേ, അയ്യോ. രക്ഷിക്കണേ. ഈശ്വരാ. നിൽക്കവിടെ. അയ്യോ. അയ്യോ, പുലിയണ്ണൻ, നിൽക്കവിടെ. ഞാനൊരു പാവമാണ്. എന്നെ ഉപദ്രവിക്കല്ലേ. നിൽക്കണേ പറഞ്ഞത്. നിന്നെ ഞാൻ വിടില്ല. ഹാവ്, തൽക്കാലം രക്ഷപ്പെട്ടു. ഭാഗ്യം. ഛെ. ഛെ, ഛെ. പുലിയണ്ണൻ. ഈശ്വര, എന്താണ് ഒരു പുതിയ നമ്പർ? ആ, കിട്ടി കിട്ടി. ആയ്, ആയ്, ആ. അമ്മേ. ആ പീറക്കുറുക്കൻ എന്നെ പിടിക്കാൻ വരുന്നോ? അവൻ ഇത്രയ്ക്ക് ധൈര്യമോ? അവൻ എന്നെ തൊടാൻ കിട്ടില്ല. അയ്യോ, അയ്യോ. അയ്യോ. അവൻ പുറകിൽ തന്നെ ഉണ്ടല്ലോ. എന്നെ ഓടിക്കരുത്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. പ്ലീസ്, അയ്യോ, അയ്യോ. എന്നെ ഓടിക്കല്ലേ പ്ലീസ്. അയ്യോ, അവനല്ല എന്നെ ഓടിക്കുന്നത്, തേനീച്ചയാണ്. അയ്യോ, ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. ഹായ്. ഓ ഹായ്. അയ്യോ, പുലിയണ്ണൻ ചതിച്ചു. കിട്ടിയടാ, ഇനി നിന്നെ ഞാൻ വിടില്ല. അയ്യോ, അയ്യോ, പുലിയണ്ണ മുങ്ങാം. അയ്യോ. രക്ഷപ്പെടാം പുലിയണ്ണ. ഈശ്വരാ. അയ്യോ. നീ എന്താണ് വിചാരിച്ചത്? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നോ? അതങ്ങ് നാട്ടിൽ ചെന്ന് പറഞ്ഞാ മതി. നിന്നെ ഞാൻ തിന്നാൻ പോവുകയാണ്. റെഡി ആയിക്കോ. റെഡി, 1 2 അയ്യോ. 3. എന്റെ പൊന്നു പുലിയണ്ണ, ഉപദ്രവിക്കരുത്. എന്റെ ഭാര്യയും മക്കളും അനാഥരാവും. വിശന്നിട്ട് കൊടലിൽ നിന്നും പുക വരാൻ തുടങ്ങിയപ്പോഴാ അടുത്ത കാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാ നിന്നെ കിട്ടുന്നത്. കുറുക്കന്റെ ചിക്കൻ ഫ്രൈ തിന്ന കാലം മറന്നു മോനെ. പ്രാർത്ഥിക്കാനുള്ളതെല്ലാം പ്രാർത്ഥിച്ചോ. എന്താടാ ഇടിക്കുന്നത്? നിനക്ക് ലോട്ടറി അടിച്ചോ? എന്റെ പൊന്നു പുലിയണ്ണോ, വിശപ്പ് മാറാൻ എന്നെ തിന്നാൽ പുലിയണ്ണൻ അനുഭവിക്കും. മോനെ ദിനേശ, നീ പല സൂത്രവും കാണിക്കും. കാരണം നീ ഒരു കുറുക്കനാണ്. അല്ല പുലിയണ്ണ, ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഈ പുലിയണ്ണനെയാണ്. അതുകൊണ്ട് പറയാ, എന്നെ തിന്നാൽ പുലിയണ്ണൻ ആ നിമിഷം തട്ടിപ്പോവും. കാരണം ഇന്ന് രാവിലെ ഒരു കുപ്പി കോള കഴിച്ചിട്ടാ ഞാൻ വരുന്നത്. അണ്ണന് വിശപ്പ് മാറണം, അത്രയല്ലേ ഉള്ളൂ.
അതിനുള്ള വാഹനം ഞാനുണ്ടാക്കി തരാം. എവിടുന്ന്? ഈ ചുണ്ടുവിന്റെ നമ്പർ ഏറ്റെന്ന് തോന്നുന്നു. അണ്ണൻ ആ ചെവിയൊന്നും കൊണ്ട് നീട്ടിക്കേ. ചുറ്റും നുണയന്മാരാ. അതെ, ഞാൻ വരുമ്പോൾ വഴിയിലൊരു കാട്ടുപോത്ത് നല്ല ഫിറ്റായി കിടപ്പുണ്ട്. ഒരു റിസ്ക്കും ഇല്ലാതെ അണ്ണനിരുന്ന് ഞണ്ണ. എന്നാലൊന്ന് വേഗം കാണിച്ചു താടാ മരപ്പൊട്ട, വയറ് പൊരിയുന്നു. എന്തോ ഒരു ക്ഷമ. എന്റെ കൂടെ വന്നാട്ടെ. വേഗം വേണം. അണ്ണൻ മുന്നിൽ നടക്ക്, ഞാൻ പിന്നാലെയുണ്ട്. കഴുത്തിൽ ഈ മാലയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അണ്ണൻ ഇവിടെ നില്ല്. സാധനം ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം. മഹാരാജാവ് തിരുമനസ്സിനെ മുഖം കാണിക്കാൻ ഒരു പാവം കുറുക്കൻ വന്നിട്ടുണ്ടേ. അനുവാദം കിട്ടിയാൽ തിരുസന്നിധിയിലേക്ക് വരാമായിരുന്നു. കൽപ്പന പോലെ. എന്താ കൊട്ടാരം! മൃഗങ്ങളുടെ നികുതി കൊണ്ടല്ലേ. ഈ കൊട്ടാരത്തിൽ ജനിച്ചാ മതിയായിരുന്നു. അതിനും വേണം ഒരു യോഗം. ദൈവമോ, വലിയ രാജാവാണ് പോലും. പറഞ്ഞിട്ടെന്താ കാര്യം? ഭരിക്കാനറിയുമോ? ശക്തിയുണ്ടോ? ബുദ്ധിയുണ്ടോ? വിവരമുണ്ടോ? പീത്തത്തടിയൻ, പിണ്ടാക്കൻ. ഞാൻ പറയട്ടെ? അയ്യോ അയ്യോ, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല തിരുമനസ്സേ, ആ തെണ്ടി പുലിയെണ്ണം പറഞ്ഞതാണേ. കാട്ടിലെ രാജാവാകാൻ തക്കം പാർത്ത് നടക്കുന്നുണ്ടല്ലോ ഒരുത്തൻ. ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ അവന്റെ ഭാഗത്താ. അവനെ രാജാവാക്കിയാൽ സ്മാർട്ട് ഫോറസ്റ്റ് കൊണ്ടുവരുമത്രേ. പിന്നെ സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ റേഷൻ, എല്ലാവർക്കും തൊഴിൽ, ഇതെല്ലാം നടപ്പാക്കുമത്രേ. വേവരം കെട്ടവൻ. അയ്യോ, ഞാനിവിടെ ഉണ്ടേ. അങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഹാർട്ടിന് സുഖമില്ലാത്തതല്ലേ. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ തീവ്രവാദിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങീ മുറിക്കകത്ത് ഒളിച്ചിരിക്കണം. ഞാൻ അവനെ അകത്തേക്ക് കൊണ്ടുവരാം. അവനൊരു പോങ്ങനാണെങ്കിലും ഒന്ന് സൂക്ഷിച്ചോണം. പെട്ടെന്ന് ചാടി വീണ് അവന്റെ കഥ കഴിച്ചോണം. നമുക്ക് മന്ത്രിസ്ഥാനം തന്നില്ലെങ്കിലും ഇപ്പോഴും കൂറ് ഇവിടത്തോടാണേ. ഹായ് പുലിയണ്ണോ. എന്തായടോ? സാധനം റെഡി. ആ മരപ്പോത്ത് ഇതിനകത്ത് കയറി സുഖമായി വെയില് കൊള്ളുകയാ. ഇപ്പോ വെയിലുകൊണ്ട് മയങ്ങി കിടക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. പുലിയണ്ണൻ ധൈര്യമായി ചെന്ന് വീശിക്കോ. താനും വാടോ ഒരു കമ്പനിക്ക്. ഹോ, ഈ പുലിയണ്ണന് തങ്കം പോലത്തെ മനസ്സാ. എനിക്ക് അത്രക്ക് കൊതിയൊന്നുമില്ലേ. എനിക്ക് അല്പം കഴിഞ്ഞിട്ടായാലും മതി. ഞാനിവിടെ പുറത്ത് കാത്തു നിന്നോളാം. പുലിയണ്ണൻ ചെല്ലേ. ഓക്കേ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ചെല്ല് ചെല്ല്. എന്റെ ഈശ്വര, പുലിയണ്ണൻ ഇപ്പൊ പരലോകത്തെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു പുലിശല്യം തീർന്നു കിട്ടി. ഇനി കാട്ടിലൂടെ സ്വൈര്യമായി നടക്കാലോ. മഹാരാജാവിനോടാ അവന്റെ കളി. അല്ലെങ്കിലും അവന്റെ ശരീരത്തിൽ കുറെ വരയുണ്ടെന്നല്ലാതെ തലമണ്ടക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? മഹാരാജാവേ,
ആ പുലിച്ചെറുക്കൻ ഒരടിക്ക് തികഞ്ഞു കാണില്ല അല്ലേ? ആ അന്നേണാ നിനക്കെന്ന് വാലിനോഷികം വേണം. അതെ, എനിക്ക് പുലിയുടെ തല തന്നെ വേണമെന്നില്ല, വാലായാലും മതി. അടിയന് അത്രക്ക് അഹങ്കാരം ഒന്നുമില്ലേ. തരാമേണാ. താങ്ക്സ്. എടാ കാട്ടുമാക്രി, കാട്ടുപോത്തുണ്ടെന്നും തട്ടിവിട്ട് കാട്ടുരാജാവിന്റെ വീട്ടിലേക്കാണോടാ ചട്ടിത്തലയാ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? ഞാനെന്താ എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടനോ? ഈ കാട്ടുരാജാവൊക്കെ എനിക്ക് വെറുമയല്ല. എന്നെ തൊട്ടാൽ തൊട്ടവന്റെ കൈ ഞാൻ വെട്ടും, കേട്ടോടാ കാട്ടുള. എന്റെ പൊന്നു പുലിയണ്ണ, ഒരബദ്ധം പറ്റിപ്പോയി. ഒരബദ്ധമെങ്കിലും പറ്റാത്ത ഏത് കുറുക്കനാ ഉള്ളത്? കാട്ടുപോത്താണെന്ന് കരുതി ഞാൻ ഈ ചട്ടിത്തലയിന്റെ മുമ്പിലാ വന്നു പെട്ടത്. പുലിയണ്ണനുള്ളപ്പോൾ ഇവരെപ്പോലുള്ളവനാണോ രാജാവാകേണ്ടത്? എന്റെ പൊന്നു പുലിയണ്ണോ, ഈ കെട്ടൊന്ന് അഴിച്ചുവിട്. ഇന്നു മുതൽ പുലിയണ്ണനാണ് ഈ കാട്ടിലെ രാജാവ്. മുഖത്ത് കുറെ താടിയുണ്ടെന്നല്ലാതെ അവന്റെ തലക്കകത്ത് വല്ലതുമുണ്ടോ കിഴങ്ങൻ? ഇന്നു മുതൽ ഞാൻ നിഷ്കളങ്കനും നിഷ്ക്രിയനുമായ അങ്ങയുടെ പരിചാരകൻ. നിന്നെ വിശ്വസിക്കാമോടെ? എന്റെ പൊന്നു പുലിയണ്ണ, 100 അല്ല 101 99 വട്ടം വിശ്വസിക്കാം. നിന്നെ ഇനി വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പൊട്ടനായി ജനിക്കണം. പറഞ്ഞോ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? കമോൺ ടെൽ മീ. ചാകാൻ റെഡി ആയിക്കോ. റെഡി, 1 2. നമ്മളോടാണ് ഇവിടെ കളി. നിനക്കൊക്കെ രാജാവാകണം അല്ലടാ ക്രിമി കീടമേ. അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു മഹാരാജാവ് തിരുമനസ് എന്തെങ്കിലും സൂത്രം കാണിച്ച് അവനെ തട്ടുമെന്ന്. അങ്ങയുടെ തല കണ്ടാൽ അറിയില്ലേ, നിറയെ ബുദ്ധിയാണെന്ന്. അല്ല അതിനിടയ്ക്ക് നീ നമ്മെ പറ്റി വല്ലതും പറഞ്ഞോ? ഞാനോ? തിരുമനസിന് പറ്റിയോ? ഒരിക്കലുമില്ല. ശരി, ഇവൻ ഒരു മടിക്ക് തികച്ചില്ല. നീ ആണൊരു ബുദ്ധിമാൻ തന്നെ. ഏതായാലും അടുത്ത മന്ത്രിസഭാ വികസനത്തിൽ നിന്നെ നാം ഒരു മന്ത്രിയാക്കും. ഒരു കാര്യം ചെയ്യ്, ഇപ്പം നീ ഇവനെ പിടിച്ച് ടേബിളിലോട്ട് വെക്ക്. വിശന്നിട്ട് വയ്യ. പുലിയുടെ സൂപ്പ് കഴിച്ചിട്ട് വേണം ഒന്ന് ഏപ്പക്കം ഇടാൻ. മഹാരാജാവിനെ വാലിട്ട് കടിക്കുന്നുണ്ട് അത്തേട്ടി. ആർക്ക് വേണം മന്ത്രിസ്ഥാനം? ഇപ്പൊ പ്രശ്നം വിശപ്പാണ്. ആ പുലിയുടെ ചൊറി പിടിച്ച വാൽക്കുറ്റിയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. അതിനാ തീറ്റപ്പണ്ടാരത്തിന്റെ 10 നിറഞ്ഞിട്ട് വേണ്ടേ? പൊട്ട രാജാവ്, വൃത്തികെട്ടവൻ, കാട് പനിക്കാനറിയാത്തൊരു ഞഞ്ഞാപിഞ്ഞ രാജാവ്. അവനെ പേടിച്ച് ജീവിക്കുന്ന കുറെ കഴുതകളും. ഞാനും ഒരു കഴുതയാണെന്നാ അവന്റെ വിചാരം. ഈ ചുണ്ടുവിനെ അവനൊന്നും ശരിക്കറിയില്ല. ഹാവൂ, ഏതായാലും ആ പുലിയെണ്ണൻ തട്ടിപ്പോയല്ലോ. എന്റെ ജീവൻ തിരിച്ചു കിട്ടി. ആശ്വാസം. ഇനി വല്ല എല്ലും തിന്ന് ജീവിക്കാം. ആരാണ്ടോ വരുന്നുണ്ടല്ലോ. നമ്മുടെ കുരങ്ങച്ചനല്ലേ അത്? കിളവൻ. ഇവനൊന്നും വായിലിട്ട് ചവക്കാൻ കൊള്ളില്ല. എന്നാലും വേണ്ടില്ല, ഇവനെ ഇന്ന് പീസ് പീസാക്കിയിട്ട് തന്നെ കാര്യം. വരട്ടെ. പോഹ പോഹ. ഓ യോ. കുരങ്ങച്ചോ, ഗുണദോഷിക്കുകയാണെന്ന് വിചാരിക്കരുത്.
ഞാൻ കുരങ്ങച്ചനെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താ കാണുന്നത്. അതുകൊണ്ട് പറയാ, ഈ പുകവലി ആരോഗ്യത്തിന് നന്നല്ല. ഇത് നിർത്തണം. ഇന്നത്തോടു കൂടി ഇത് നിർത്തി. അവൻ്റെ ഒരു ഒടുക്കത്തെ ബീഡിവലി. അവനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഇങ്ങോട്ട് വരട്ടെ. നേരിട്ട് ആക്രമിക്കണ്ട. അവനെ പേടിപ്പിച്ച് ബോധം കെടുത്താം. ഈ ചുണ്ടുവിൻ്റെ പുതിയ നമ്പർ. നീ എന്താടാ ആളെ കുരങ്ങ് കളിപ്പിക്കുക? ലക്ഷണം കെട്ടവൻ. ആളാകെ പേടിച്ചു പോയി. ഹലോ കുരങ്ങച്ച, നമസ്കാരം. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ കുരങ്ങച്ചനെ സ്വകാര്യത്തിലൊന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി. എന്നെയോ? ആ, നിന്നെ തന്നെ. നമ്മൾ തമ്മിൽ ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഉള്ള സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. അതില് എന്റെ കയ്യിൽ തിന്നാനൊന്നുമില്ലല്ലോ. ഡിയർ ഫ്രണ്ട്, പറയുന്നത് കൊണ്ട് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇല്ല. സ്നേഹം കൊണ്ട് പറയുകയാണെന്ന് വിചാരിച്ചാ മതി. ഞാൻ കുരങ്ങച്ചരെ തല്ലിക്കൊന്ന് തിന്നാൻ തീരുമാനിച്ച വിവരം അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഏരപ്പേ, ധൈര്യമുണ്ടെങ്കിൽ വാടാ. എന്നെ ഇത് തൊട്ടു നോക്ക്. ആ നിമിഷം അടിച്ച് നിന്റെ കിടിഞ്ഞ് ഞാൻ കലക്കും. നിന്നെയൊക്കെ പേടിച്ചിരുന്ന കാലം പോയടാ മോനെ. ഈ കുരങ്ങച്ചനോടൊരു തമാശ പറയാനും വയ്യ. ഞാഞ്ഞൂലും പത്തി വിടർത്താൻ തുടങ്ങി. ഇനി രക്ഷയില്ല. മര്യാദക്ക് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ അറക്കും നിന്നെ. അയ്യോ, എന്നെ വിട്. നിൽക്കടാ ഇവിടെ. ഈ വാലും കൊണ്ട് പോടാ. കുരങ്ങച്ചൻ ഒരു പുതിയ ആയുധവുമായിട്ടാണല്ലോ വരുന്നത്. എന്റെ ദൈവമോ! അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇതും കൊണ്ട് പോടാ. അയ്യോ അയ്യോ, ഇതിന്റെ വാലാണല്ലോ. ദുഷ്ടൻ. അവനുമുണ്ടല്ലോ ഒരു വാല്. ബീഡി വലിച്ചാ പോരെ, വാല് പിടിച്ചു വലിക്കണോ? ദുഷ്ടൻ. എല്ലാവർക്കും വിവരം വെച്ച് തുടങ്ങി. ജീവിക്കണമെങ്കിൽ ഇനി വേറെ വല്ല മാർഗവും കാണേണ്ടി വരും. കുട്ടാ കുട്ടാ, ഞാനിവിടെ ഉണ്ടേ. ആവൂ, കണ്ടു കിട്ടിയല്ലോ, ആശ്വാസം. എന്റെ പൊന്നുകുട്ടാ, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? മുട്ടാ, ഞാൻ ഈ വനത്തിലേക്കൊന്ന് ചുറ്റിക്കറങ്ങുകയായിരുന്നു. ഹോ, എന്തെല്ലാം കാഴ്ചകളാണെന്നറിയാമോ? വീട്ടിൽ പറയാതെയാണോടാ നിന്റെ കറക്കം? എങ്ങോട്ട് പോവുകയാണെങ്കിലും വീട്ടിൽ പറഞ്ഞേ പുറത്തിറങ്ങാവൂ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാ എങ്ങനെ അറിയും? ഏതായാലും വാ, വീട്ടിൽ പോവാം. അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. നിനക്കറിയോ, ഈ വനഭൂമി മുഴുവൻ കയ്യേറി സ്വന്തമാക്കാൻ തക്കം പാർത്ത് നടക്കുന്ന സ്വാർത്ഥന്മാരായ മനുഷ്യന്മാരാ ചുറ്റും. അവരുടെ കണ്ണിലെങ്ങാനും പെട്ടുപോയാൽ അവർ നിന്നെ സൂപ്പാക്കും. ഈ കാട് നമുക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാത്ത ദുഷ്ടന്മാർ. പക്ഷിപ്പനി എന്നും പറഞ്ഞ് മനുഷ്യന്മാരെത്ര കോഴികളെയാ ചുട്ടുകൊല്ലുന്നത്. ദുഷ്ടന്മാർ. കുറുക്കൻ ഇവിടെ വിശന്നു പൊരിയുന്നു. ഒരു കോഴിത്തൂൽ പോലും കണ്ട കാലം മറന്നു. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണം. ഹാവൂ, ഞാനങ്ങ് ചത്തു കളഞ്ഞാലോ. എന്താ ആടിന്റെ കരച്ചിലോ? കുട്ടനും മുട്ടനുമല്ല വരുന്നത്. ഓൾഡ് ഈസ് ഗോൾഡ്. മുത്തശ്ശന്റെ ആ പഴയ സൂത്രം തന്നെ പയറ്റാം. അല്ല, മുത്തശ്ശന്റെ ആ സൂത്രം എങ്ങനെയാ പാളിയത്? ആ, പഴയ കാരണവന്മാരുടെ ബുദ്ധിയല്ലേ. എങ്ങനെ പാളാതിരിക്കും? ഈ ചുണ്ടു പുതിയൊരു നമ്പർ കാണിച്ചു തരാം. ഹലോ കുട്ടൻസ് ആൻഡ് മുട്ടൻസ്, ഞാൻ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം?
ഒരമ്മ പെറ്റതല്ലെങ്കിലും എനിക്ക് നിങ്ങൾ സഹോദരന്മാരാണ്. സന്തോഷം. വാ കുട്ടാ, നമുക്ക് പോകാം. ഇയാൾ ചതിയനാണ്. അല്ല, എനിക്കൊരു സംശയം. നിങ്ങളിൽ ആരാ മൂത്തയാൾ? ഞങ്ങൾ ഇരട്ടകളാണ്. പെരട്ടകൾ? അതെ, അതെനിക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട്. എങ്കിലും എനിക്കൊരു സംശയം. ആദ്യം ജനിച്ച ആളായിരിക്കുമല്ലോ ജ്യേഷ്ഠൻ. അപ്പോൾ കൂടുതൽ അധികാരം ജ്യേഷ്ഠനായിരിക്കുമല്ലോ. അതാരാണെന്നറിയാൻ ചോദിച്ചതാ. ജ്യേഷ്ഠൻ ഞാൻ തന്നെ. എന്താ സംശയം? പോടാ, നീ എന്നാടാ ജ്യേഷ്ഠനായത്? എനിക്കാണ് നിന്നേക്കാൾ ശക്തിയും ബുദ്ധിയും ഉള്ളത്. അതുകൊണ്ട് ഞാനാണ് ജ്യേഷ്ഠൻ. അയ്യടാ, അതങ്ങ് നാട്ടി പറഞ്ഞാ മതി. നിനക്കൊക്കെ ചേട്ടനാവാൻ വല്ല യോഗ്യതയുണ്ടോ? ഉണ്ടടാ ചൂലെ, യോഗ്യത ഞാൻ കാണിച്ചു തരാം. ഏറ്റു, നമ്പർ ഏറ്റു. ചുണ്ടുവിന്റെ ചൂണ്ടയിൽ രണ്ടാളും കുടുങ്ങി. നിർത്ത്, നിർത്തിൻ. നിങ്ങളിങ്ങനെ മനുഷ്യരെ പോലെ വഴക്കിടാതെ. ഷേ, നാണക്കേട്. നിങ്ങളുടെ തർക്കം ഞാൻ പരിഹരിച്ചു തരാം. ഓക്കേ ഓക്കേ? എങ്ങനെ? അതൊക്കെ ഈ ചുണ്ടുവിന് വെരി ഈസി. എന്തായാലും ജ്യേഷ്ഠന് അനിയനേക്കാൾ ശക്തി ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ ശക്തിയെന്ന് തെളിയിച്ചാൽ അവനാണ് ജ്യേഷ്ഠൻ. ഓക്കേ? പക്ഷേ അതെങ്ങനെ തെളിയിക്കും? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. തമ്മിൽ ഏറ്റുമുട്ടണം. ഒരാൾ കീഴടങ്ങും വരെ ഏറ്റുമുട്ടണം. കിടിലൻ ഫൈറ്റ്. എങ്ങനെയുണ്ടെന്റെ ബുദ്ധി? ഐ ആം റെഡി. ആ, ഞാനും റെഡി. പീക്കിരി പയ്യൻ, ഇന്നത്തെ ശാപ്പാട് റെഡി. ചുണ്ടുവിനോടാ കളി. ആ, ഏറ്റുമുട്ടത്തിന് മുമ്പ് ഒരു കാര്യം. വേദനിച്ചാലും ചോര തെറിച്ചാലും പിന്തിരിയരുത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇത് നിസ്സാര പ്രശ്നമല്ല. ജ്യേഷ്ഠൻ എന്ന പദവിയുടെ പ്രശ്നമാണ്. നാട്ടിലെ നീതി ഈ കാട്ടിൽ പാടില്ല. രണ്ടാളും റെഡി? ഓക്കേ? റെഡി? 1 2 3 ഫൈറ്റ്. അധികാരത്തിന്റെ അപ്പകഷ്ണം കാണിച്ച് തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാമെന്ന് വിചാരിച്ച മണ്ടൻ കുറുക്ക, നിനക്ക് തെറ്റി. രാഷ്ട്രീയത്തിൽ ആ പഴഞ്ചൻ തന്ത്രം നടക്കും, ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. കേട്ടോടാ കള്ള കുറുക്ക. ആർക്ക് വേണം അധികാരം? ഞങ്ങൾക്ക് ആടുകളായി തന്നെ ജീവിച്ചാൽ മതി. ഗുഡ് ബൈ. വാ കുട്ട, നമുക്ക് പോകടാ.